നാം ഏവരും ഉദ്വേഗപൂർവ്വം കാത്തിരുന്ന ആ സുന്ദരബോധവൃത്തം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. മലങ്കര മക്കൾ ഭക്തിയാദരവുകളോടെ കാതോർത്തിരിക്കുന്ന ആ വന്യനാദം കേൾക്കുവാനുള്ള സമയം. ദുബായിലെ വായുഗണങ്ങൾ പോലും അതിനായി കാത്തിരിക്കുകയാണ്. പരിശുദ്ധ പിതാവിന്റെ മറുപടി പ്രസംഗത്തിനായി സ്നേഹ ബഹുമാനാദരവുകളോടുകൂടി അഭിയന്തരായ സഹോദര മെത്രാപ്പോലീത്തന്മാര്, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പ് അഭിയന്യ ദിമിത്രിയോസ് തിരുമേനി, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഭയുടെ സ്ഥാനികളെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഇവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒന്നുകിൽ ഇന്ന് ഇവിടെ നിന്ന് പോകേണ്ട, അല്ലെങ്കിൽ ദേവലോകം മരമന ദുബായ് പള്ളിയിലേക്ക് മാറ്റിത്താറുണ്ട്. ഇതില് ഏതാണ് നടത്താൻ എളുപ്പം എന്നുള്ളതായിരുന്നു ഞാൻ ഇവിടെ എടുത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്താ ജോയി, ദേവലോകം മരമന നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചാലോ? ചക്രം വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുമെങ്കിൽ നല്ലത്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ പലയിടത്തും ഞാൻ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നാട്ടിലെ നമ്മുടെ ആളുകളുടെ ആവേശവും ഈ മണലാരണ്യത്തിലെ നമ്മുടെ, പ്രത്യേകിച്ച് ദുബായ് പള്ളിയിലെ നമ്മുടെ മക്കളുടെ ആവേശവും അജഗജാന്തരം എന്ന് പറയുന്നത് വാസ്തവമാണ്. ഈ ആകെ 34 മണിക്കൂറാണ് ഞാൻ ഈ സന്ദർശനത്തിലെ ഈ UAE ആകെ തങ്ങിയിട്ടുള്ളത്. 10 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ജോജോയുടെ മുഖത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ട്. ഓർമ്മകളുടെ പ്രവാഹത്തിലൂടെ ഞാൻ നീന്തി തുടിക്കുന്നു. 1988 ആദ്യം ഞാൻ ദുബായ് ഇടവേലേക്ക് കാല് കുത്തുന്നത്. അന്ന് 3 മാസത്തെ അനൗപചാരിക വികാരിത്വവും എനിക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് പെൻഡ്രപ്പള്ളി അച്ഛൻ വികാരിയായിരിക്കുന്ന കാലം അദ്ദേഹത്തിന് പെട്ടെന്ന് 2 മാസത്തേക്ക് ലീവ് എടുത്ത് പോകേണ്ടി വന്നു. ഇവിടെ തൽക്കാലം സന്ദർശനത്തിന് പോലും വൈദികര് അന്ന് UAE ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പ്ലാന്തോട്ടം വർഗീസച്ചൻ വന്നു. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. പോകട്ടെ, അതെല്ലാം ഓർമ്മകൾ. 1988 ഈ ഇടവക കുന്നംകുളം ഭദ്രാസനത്തെയും കുന്നംകുളം ഭദ്രാസന ആസ്ഥാന നിർമ്മാണത്തെയും സഹായിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോഴും മറ്റൊരു മനസ്സിൻ്റെ അകത്ത് തോന്നുന്ന ഒരു വിചാരം, ഇവിടെ കാതോലിക്ക ദിനത്തെ കുറിച്ച് സംസാരിക്കാൻ തക്കവണ്ണം ഒരു അഭിമന്യ മെത്രാപ്പോലീത്തായും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോർജിയും വന്നിരുന്നു. നിങ്ങൾക്ക് ചുമതലപ്പെട്ട ടാർഗറ്റ് തുകയേക്കാൾ വളരെയേറെ നിങ്ങൾ ശേഖരിച്ച് അത് സഭയുടെ ആസ്ഥാനത്തേക്ക് അയച്ചു തന്നു എന്നുള്ളത് ശിരസ് കുനിഞ്ഞുകൊണ്ട് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മലങ്കര സഭയുടെ ഒരു തണൽ മരമായിട്ടാണ് ഈ ദുബായ് ഇടവകയെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അതെല്ലാം പറയാൻ നേരമില്ല. ഞാൻ ഒരു സംഭവം മാത്രം പറയട്ടെ. ഒരു 15 കൊല്ലം മുൻപ് എനിക്ക് വളരെ പരിചയമുള്ള ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഹാർട്ട് ഓപ്പറേഷൻ 1 മാസത്തിനകം നടത്തണമെന്ന് ഡോക്ടർ ഉപദേശിച്ചു. അത്താഴപ്പട്ടിണിക്കാരനാണ്, ഒരു മാർഗവുമില്ല. എൻ്റെ അടുത്ത് വന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തിരുമേനി, എൻ്റെ ഹാർട്ട് 1 മാസത്തിനകം ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, എന്തെങ്കിലും സഹായിക്കാമോ? ഞാൻ അവിടെ 2 കാലം നീട്ടിയിരുന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു മാർഗവുമില്ല. 1.25 ലക്ഷം രൂപ വേണമെന്നാണ് അന്ന് പറഞ്ഞത്. ഞാൻ അന്ന് ബെദിനിയിലെ സോളമനച്ചൻ അവിടെ ഉണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടൊരു എഴുത്തെഴുതി.
എഴുതിയിട്ട് ആ എഴുത്തില് എൻ്റെ വാചകം എങ്ങനെയാണ്, ഒരു 2 മാസത്തിനകമെങ്കിലും ഒരു 1.5 മാസത്തിനകമെങ്കിലും ഒരു 1.25 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ ഒരു ചെറുപ്പക്കാരൻ നടത്തണം, ഒരു ഭാര്യ തന്നാൽ കൊള്ളാം. ഇത് പറഞ്ഞ് ഞാൻ എഴുതി എൻ്റെ അടിയിൽ. ഞാൻ അങ്ങനെ എന്നും പിരിവിന് വരുന്ന ഒരു ശീലം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ആ അച്ഛൻ അത് വളരെ ഗൗരവമായിട്ട് എടുത്തു. അച്ഛൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ ദുബായ് പള്ളിയിലെ വെള്ളിയാഴ്ച ഈ വിഷയം ആരൊക്കെയായിട്ട് രഹസ്യമായി ആലോചിച്ച് കാണും. ഈ വിഷയം പറഞ്ഞ് ഒരു കുറെ കവറുകൾ അവിടെ വെച്ച് ഈ സ്നേഹവും കാതോലിക്കയോടുള്ള നിങ്ങളുടെ ആ അടിയുറച്ച ബന്ധവും അത് ഒരു പരിധി മേൽപ്പട്ടക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പിൻബലമാണ്, ഒരു ശക്തിയാണ്. സാമ്പത്തികത്തെക്കാൾ ഉപരിയായി നമ്മുടെ ജനങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് എന്ന ആത്മവിശ്വാസമാണ്. അത് ഉണ്ടാകണം, തുടരട്ടെ. നിങ്ങൾ മലങ്കര സഭയ്ക്ക് നൽകുന്ന സഹായം അത് വളരെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ദുബായ് പള്ളി, UAE പള്ളി, മിഡിൽ ഈസ്റ്റിലെ പള്ളികൾ, മറ്റു പള്ളികളെ കുറിച്ചൊന്നും അങ്ങനത്തെ ഒരു സാക്ഷ്യം പറയാൻ നിവൃത്തിയില്ല. മലങ്കര സഭയുടെ 3 പടിയാണ് തണൽ മരങ്ങളാണ്. ദുബായ് പള്ളി വളരെ 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 ആ കാര്യത്തിലെ അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു വസ്തുതയാണത്. ഇപ്പോഴ് ഞാൻ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാണ്. ഇവിടെ അലൈൻ പള്ളി അവർക്ക് ഒരു ചെറിയ അല്പം പുരയിടം ലഭിച്ചിട്ടുണ്ട്. അവരവിടെ പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ദേവാലയം പണിയുമ്പോഴും നിങ്ങളുടെ സഹായ ഹസ്തങ്ങൾ ആ ഇടവകയ്ക്ക് നീട്ടിക്കൊടുക്കണം എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുന്നു എന്ന് എത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനത് പറയട്ടെ. ദൈവമാണ് നമ്മെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ആ വിവേകത്തോടെ തിരിച്ചറിഞ്ഞ് നാം മലങ്കര സഭയെ 21-ാം നൂറ്റാണ്ടിലേക്ക് നയിക്കുന്നു. അതിൽ നമ്മുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുതലും ആണെന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ പ്രകടന പത്രികയുണ്ട്. യേശുവിന് ഒരു പ്രകടന പത്രികയുണ്ട്. അത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാവപ്പെട്ടവരോടും അനാഥരോടും രോഗികളോടും അടിച്ചമർത്തപ്പെട്ടവരോടും സ്നേഹത്തോടെ ഉദ്ധരിക്കാവുന്ന സഹായിക്കാവുന്ന പരമാവധി സഹായിക്കാൻ തക്കവണ്ണമുള്ള മനസ്സ്. അതാണ് യേശു പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ദൈവരാജ്യത്തിന്റെ സന്ദേശം അതാണ്. ഗോണ്ടഫോറസ് രാജാവിന്റെ കയ്യിൽ നിന്ന് ഒരു കൊട്ടാരം പണിയുവാനായിട്ട് പരിശുദ്ധനായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹ പണം സ്വീകരിച്ചുകൊണ്ട് ദരിദ്രർക്ക് ഇടയിൽ ദാനം ചെയ്ത ആ പാരമ്പര്യമാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതും നമ്മുടെ ഏകജാതനായ പുത്രന്റെ ജന്മത്തിൽ പരിശുദ്ധമായ സംബന്ധവും ആവാസവും നാം എല്ലാവരോടുകൂടെയും ഈ ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക അംഗങ്ങളോടുകൂടെയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടെയും ഇപ്പോഴെല്ലായ്പ്പോഴും എന്നും നേർക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്കാബാബയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും പുറത്ത് മധുരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. തിരക്കും തിക്കും കൂട്ടാതെ വളരെ ശാന്തരായി ആ കാര്യങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഓർമ്മിക്കുന്നു. വളരെ ശാന്തരായി പരിശുദ്ധ കാതോലിക്കാബാബയോടുള്ള ഭക്തിയാദരവോട് തന്നെ പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങണം. സമയത്തിന് കുറവുകൊണ്ട് കൈമുത്ത് ഉണ്ടായിരിക്കുന്നതല്ല.